ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ കടങ്ങളാണ്. കടം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴാണ് കടങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുന്നപ്പോൾ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കടങ്ങളെന്ന് പറഞ്ഞാൽ എന്നെല്ലാം ചെയ്താലും നമ്മൾ പറയും കടങ്ങൾ അങ്ങോട്ട് തീരുകയില്ല, പിന്നെയും കടങ്ങളാവുകയാണല്ലോ എന്ന് പറയും. അത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ വരുമാനത്തിൻ്റെ വർധനവിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് കടങ്ങൾ വരുന്നത്. പിന്നെ നമ്മുടെ ആവശ്യമില്ലാത്ത ചിലവുകളും വരുമ്പോഴാണ് നമുക്ക് കടങ്ങളായി പിന്നെയും വരുന്നത്. നമ്മൾ കടം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പലിശ കൊടുക്കാനേ നേരം കാണത്തുള്ളൂ. പലിശ കൊടുക്കാനൊന്ന് താമസിച്ച് പോയാൽ പിന്നെ അതിൻ്റെ ഇരട്ടി പലിശയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ കടബാധ്യതകളിൽ നമുക്ക് പെട്ടുപോയാൽ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ നമുക്ക് അതിലെ നെഗറ്റീവ് മാറ്റി നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഏതൊരു കാര്യങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ നമുക്കൊരു കടം നമുക്കുണ്ട്, അത് നമുക്ക് അടച്ചു തീർക്കാനുള്ള സാമ്പത്തികം നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്കത് അടയ്ക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഭയങ്കര സാമ്പത്തികം എന്നല്ല പറയുന്നത്. നമ്മുടെ ഈ കുറച്ചേലും പൈസ വരുമ്പോൾ നമുക്കത് കടം വീടണമെന്നുണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. ആ പൈസ എടുത്ത് നമ്മൾ ആ വഴിക്ക് അങ്ങ് ചിലവാക്കും. അപ്പോൾ നമ്മുടെ കടം പിന്നെ അവിടെ കിടക്കുവാണ്. കടം മേടിച്ച ആൾക്ക് നമ്മളോട് മുഷിപ്പും ആകും. നമ്മൾ പറഞ്ഞ വാക്ക് നമുക്ക് പാലിക്കാനും പറ്റും. അതൊക്കെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്കതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കടങ്ങളൊക്കെ നമുക്കൊന്ന് കുറയാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലോ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ. അതിന് വേണ്ടിയുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ അടുക്കള ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവൊക്കെ അങ്ങ് മാറിപ്പോകുന്നേ. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഒരു പോസിറ്റീവായിട്ടുള്ള ഇത് കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ തന്നെ ഞാൻ ഉപ്പിൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഒത്തിരി പേരുണ്ട് പറഞ്ഞത് വെച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അതെനിക്കൊരാൾ പറഞ്ഞു തന്നെ, എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങളല്ലാതെ ഇത് വിശ്വാസത്തോടു കൂടി ചെയ്യുക, വിശ്വാസം ഇല്ലാതെ ചെയ്യരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ചെയ്തേച്ച് ജോലിക്ക് പോകാതിരുന്നാൽ പൈസ വന്ന് കയറും, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തേച്ച് കടം തന്നെ വിടും, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇതിൻ്റെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ടൊക്കെ. നെഗറ്റീവ് പറയുന്നവർക്ക് എന്നത് വേണേലും പറയാം. പക്ഷേ ഇതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാവേ. നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക, പൊട്ടുന്ന സൈസ് ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിനകത്ത് നിറച്ചും വെള്ളം എടുക്കണ്ട കേട്ടോ. നിങ്ങളൊരു മുക്കാൽ ഗ്ലാസ് താഴെ നിന്നാലും കുഴപ്പമില്ല, അത്രയും വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം നിങ്ങൾ അതിനകത്തേക്ക് പച്ചക്കർപ്പൂരം. ഇപ്പോൾ പച്ചക്കർപ്പൂരം എല്ലാവരുടെയും വീടുകളിലുണ്ട്. മിക്കവർക്കും ഈ പച്ചക്കർപ്പൂരിൻ്റെ എന്നാണോ ഇതാക്കി തരുന്നത്. പച്ചക്കർപ്പൂരത്തിൻ്റെ ഗുണം അറിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ എല്ലാവരുടെയും വീടുകളിൽ എല്ലാവരും ഇച്ചിരി പച്ചക്കർപ്പൂരം സൂക്ഷിക്കാറുണ്ട് ഇല്ലേ. എല്ലാവരും ഇപ്പോൾ നമ്മൾ പൈസ വെക്കുന്നിടത്തൊക്കെ ആണെങ്കിലും പച്ചക്കർപ്പൂരം വെക്കാറുണ്ട്, പേഴ്സിനകത്ത് വെക്കുന്നവരുണ്ട്. അതൊരു പോസിറ്റീവാണ് കേട്ടോ. നമുക്കൊരു പണവരവിന് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. പച്ചക്കർപ്പൂരം ഒരു കഷ്ണം എടുക്കുക, എന്നിട്ട് അത് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 3 നുള്ള മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞളാകുന്നത് അത്ര നല്ലതല്ല കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞളാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ മഞ്ഞളാണ് ഏറ്റവും നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ളത് കിട്ടുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല മഞ്ഞളല്ല, അതിനകത്ത് പലതും ചേർന്നിട്ടുള്ള. നമുക്ക് ശരിക്കുള്ള മഞ്ഞൾ പൊടിയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു പച്ചമഞ്ഞൾ നമുക്കുണ്ടെങ്കിൽ ഒരു കഷ്ണം നമ്മൾ ഇച്ചിരി ഒരു പച്ചമഞ്ഞൾ ഒത്തിരി ഒന്നും വേണ്ട. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു 2-3 പച്ചമഞ്ഞൾ ഒന്ന് നട്ട് വെക്കുക. അത് കിളുത്ത് കഴിയുമ്പോൾ അത് പുഴുങ്ങാനൊന്നും നിൽക്കേണ്ട, ചുമ്മാ പച്ചയ്ക്ക് അരിഞ്ഞാൽ മതി. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് പച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെയിലത്തിട്ട് നമുക്കൊരു കുഞ്ഞു മുറത്തിനകത്ത് ഉണക്കി കിട്ടുന്ന മതി. അത് നമ്മൾ എന്നിട്ട് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാം. വീട്ടിൽ പാചകത്തിനും എടുക്കാം. നല്ല പുഴുങ്ങി തന്നെ നമ്മൾ മഞ്ഞൾ പൊടിച്ചെടുക്കണമെന്നില്ല. പച്ചക്കാണെങ്കിലും മഞ്ഞൾ പൊടിച്ചെടുത്താൽ നമുക്ക് നല്ലതായിട്ട് പൂത്തൊന്നും പോത്തത് നല്ലതായിട്ട് തന്നെ കിട്ടും. നല്ലപോലെ നമ്മൾ ഉണക്കിച്ച് വേണം അത് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പൊടിച്ചെടുത്താണെങ്കിലും മതി. ആ ഒരു മഞ്ഞളെ നിങ്ങളിതിന് ഉപയോഗിക്കാമല്ലോ കേട്ടോ. ഒരു 3 നുള്ള മഞ്ഞൾ അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഈ വെള്ളത്തിനകത്തിട്ട് ഒരു പിടി കല്ലുപ്പ്, പൊടിയുപ്പ് ഇടരുത്, കല്ലുപ്പ് തന്നെ ഇടണം. എന്നോട് ഒത്തിരി പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചോദിക്കും കല്ലുപ്പില്ല പൊടിയുപ്പ് ഇട്ടാൽ മതി എന്ന് ചോദിക്കും. പൊടിയുപ്പിനേക്കാൾ നമുക്ക് പോസിറ്റീവായിട്ടൊരിത് കിട്ടുന്നത് കല്ലുപ്പിനാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പ്രയോജനം കിട്ടുന്നത് കല്ലുപ്പിനാണ്. ഒരു പിടി കല്ലുപ്പ് എടുക്കുക, കല്ലുപ്പ് ഈ വെള്ളത്തിലേക്ക് ഇടുക. അതുകൊണ്ടാണ് ഈ ഗ്ലാസ് നിറച്ചും വെള്ളം എടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. നമ്മൾ നിറച്ച് വെള്ളം എടുത്താൽ ഈ കല്ലുപ്പും കൂടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തിട്ട് ആ മഞ്ഞളിൻ്റെയും ആ കർപ്പൂരത്തിൻ്റെയും എല്ലാം ആ വെള്ളം കവിഞ്ഞങ്ങ് പോകും. അങ്ങനെ പോകരുത്. അതുകൊണ്ടാണ് വെള്ളം അത്ര എടുക്കേണ്ട എന്ന് പറയുന്നത്. ഈ ഒരു പിടി കല്ലുപ്പും കൂടി അതിനകത്തോട്ടിടുക. എന്നിട്ടിത് നിങ്ങൾ വീടിൻ്റെ വടക്ക്
കിഴക്ക് മൂലയ്ക്കാണ് ഇത് വെക്കേണ്ടത്. വടക്ക് കിഴക്ക് മൂലയ്ക്ക് ഇത് വെച്ചതിന് ശേഷം നമുക്കിത് ഇതിപ്പോൾ നമ്മൾ വടക്ക് കിഴക്ക് മൂലയ്ക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഒരു വ്യാഴാഴ്ചയാണ് ഇത് നമ്മൾ വെക്കുന്നത്. പിന്നെ നമ്മളിത് പിറ്റേ വ്യാഴാഴ്ച ഇതെടുത്ത് കളഞ്ഞേച്ച് വീണ്ടും ഇതുപോലെ തന്നെ ഇതിനകത്ത് നിറച്ച് വെക്കുക. നമ്മുടെ വീട്ടിലെ കടബാധ്യതകളെല്ലാം നമുക്ക് മാറ്റം അത് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വീടിന്. നമ്മുടെ ജോലിയിൽ നമുക്കിപ്പോൾ ഒരു 10% ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. അത് 50% നമുക്ക് ഇരട്ടിയായിട്ട് നമുക്ക് പിന്നെയും കിട്ടാൻ തുടങ്ങും. അങ്ങനെ നമുക്കൊരു വരുമാനമാണെങ്കിലും മറ്റെന്നേലൊക്കെ മാർഗ്ഗത്തിലൂടെയാണെങ്കിലും നമുക്കിതിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളിത് ഒരു വ്യാഴാഴ്ച വെച്ചു, പിറ്റേ വ്യാഴാഴ്ച നമ്മുടെ അടുത്ത് കളഞ്ഞേച്ച് ആ വ്യാഴാഴ്ച തന്നെ വീണ്ടും വെക്കുക. ഇത് വ്യാഴാഴ്ച തന്നെ വെക്കുന്നതും ഒരു വ്യാഴാഴ്ച, അതെടുത്ത് കളയുന്നതും ഒരു വ്യാഴാഴ്ച. അതിൽ കൂടുതൽ നീണ്ടു പോകരുത്. ഈ വ്യാഴാഴ്ച വെച്ചാൽ അടുത്ത വ്യാഴാഴ്ച നമ്മളെടുത്ത് കളയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സിങ്കിനകത്ത് ഇത് വേണമെങ്കിൽ ഒഴുക്കി കളയാം. പക്ഷേ ഒറ്റ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനകത്ത് ഉപ്പ് നല്ലപോലെ അലിപ്പിച്ചതിന് ശേഷമേ അത് കളയാവുള്ളൂ. ഉപ്പ് ഒരിക്കലും അങ്ങനെ അതുപോലെ കൊണ്ടുപോയി നമ്മൾ കളയരുത്. ഭയങ്കര ദോഷമാണ് ഉപ്പ് അങ്ങനെ നമ്മൾ കളയുന്നത്. ഈ ഒരു കർമ്മം ചെയ്തിട്ടാണെങ്കിൽ പോലും അല്ലേ തന്നെ നമ്മൾ ഇങ്ങനെ ഉപ്പ് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കർമ്മത്തിന്, ഈ ഒരു കർമ്മം തന്നെയല്ല ഏത് കർമ്മം നമ്മൾ ചെയ്താലും അതിനകത്ത് ഉപ്പ് കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ ഉപ്പ് കല്ല് നല്ലപോലെ അലിയിച്ചതിന് ശേഷമേ അത് കളയാവുള്ളൂ. അല്ലാതെ അതോടുകൂടി കൊണ്ടുപോയി നമ്മൾ നിലത്തോട്ട് കളയില്ല. നമുക്ക് പിന്നെ സിങ്കിനകത്തല്ലാതെ നമുക്കിത് ആരും ചവിട്ടാത്തടത്ത് നമുക്കിത് ഒഴിച്ച് കളയാവുന്നതാണ്. ആരും ചവിട്ടാത്തടത്ത് കൊണ്ടുപോയതാണെങ്കിലും നമുക്കിത് കളയാം. അങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഇത് ആരും ചവിട്ടാത്തടത്ത് കൊണ്ട് ഇത് ഒഴിക്കുമ്പോഴും ഇത് നല്ലപോലെ അലിപ്പിച്ചതിന് ശേഷം ഈ കല്ലുപ്പും നല്ലപോലെ വെള്ളവുമായിട്ട് ലയിച്ച് ചേർന്നതിന് ശേഷമേ നിങ്ങളിത് കൊണ്ട് കളയുള്ളൂ. അല്ലാതെ നിങ്ങൾ കളയാനായിട്ട് നിൽക്കരുത് കേട്ടോ. അത് വ്യാഴാഴ്ച കൊണ്ട് അതുപോലെ തന്നെ കൊണ്ട് ഈ കല്ലുപ്പ് അന്നേരത്തേക്ക് അത് മൊത്തം അലുക്കത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോയി ഇടരുത്. അതങ്ങനെ അലിപ്പിച്ച് മാത്രമേ നിങ്ങൾ മണ്ണിലേക്ക് ഒഴിക്കാവുള്ളൂ. മണ്ണിൽ തന്നെയാലും സിങ്കിലാണെങ്കിലും നിങ്ങൾ ഒഴിക്കാവുള്ളൂ. അല്ലാതെ കല്ലുപ്പായിട്ട് ഇങ്ങനെ കമത്തി കളയരുത്. അങ്ങനെ ഈ ഓരോ വ്യാഴാഴ്ചയും നമ്മളിത് മാറ്റി വെച്ച് വീണ്ടും പുതിയത് വെക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കടങ്ങളും ദുരിതങ്ങളും എല്ലാം നമുക്ക് പതിയെ നമുക്ക് അത് ഒഴിഞ്ഞൊഴിഞ്ഞ് നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റയടിക്ക് ഇത് മാറുമെന്നല്ല കേട്ടോ. നിങ്ങൾക്കിത് ഓരോ ദിവസവും അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ കരുതി വെക്കുന്ന പൈസയുടെ കാര്യത്തിൽ, നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ആ കടങ്ങളെല്ലാം കുറഞ്ഞ് നമുക്കത് വീടാനുള്ള ഒരു വഴികൾ നമുക്ക് തെളിഞ്ഞു കിട്ടും. അത് ഈ ഒരു കാര്യത്തിൽ ശരിക്കും ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് നഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല, പൈസ മുടക്കമുള്ള കാര്യങ്ങളും അല്ല. ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കർപ്പൂരം മാത്രമേ ഉള്ളൂ അത് നമ്മൾ എടുക്കുന്നത്. അതെല്ലാ വീടുകളിലും ഇപ്പോൾ പച്ചക്കർപ്പൂരം ഉണ്ട്. അതിൽ ഒരു നുള്ളെടുത്ത് നിങ്ങളിതൊന്ന് ചെയ്താൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രിഡ്ജിൻ്റെ മുകളിൽ നമ്മൾ അടുക്കള നീക്കുമ്പോൾ ചിലപ്പോൾ പെണ്ണുങ്ങളൊക്കെ തന്നെ ഈ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വളയോ അല്ലെങ്കിൽ മോതിരമോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യാറില്ല. മോതിരമാണെങ്കിലും എനിക്ക് മോതിരം ചില സമയത്ത് എൻ്റെ കൈ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ഈ മോതിരം ഊരി ഈ ഫ്രിഡ്ജിൻ്റെ പുറത്തോട്ടാണ് വെക്കുന്നത്. എന്നാന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം അല്ലാതെ നമ്മൾ എവിടെയും ആ പാദത്തിൻ്റെ എവിടെയെങ്കിലും വെച്ചാലും നമ്മൾ ചിലപ്പം ഒരു വൃത്തിയാക്കുന്ന സമയത്ത് ഇത് ഓർക്കണമെന്നില്ല. ഇത് തൂത്ത് വാരിയും കളഞ്ഞെങ്കിലും എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ പുറമാകുമ്പോൾ അവിടെ സേഫായിട്ട് അവിടെ ഇരുന്നുള്ള ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. പെട്ടെന്ന് ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ എന്നോർത്തന്നാണ് ഈ ഫ്രിഡ്ജിൻ്റെ പുറത്തോട്ട് വെക്കുന്നത്. ചിലപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ മറന്നു പോയിട്ട് പിന്നെ ഇത് എടുക്കാൻ വന്നത് പിറ്റേ രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ നേരമായിരിക്കും ഓർക്കുന്നത്, ഈ കയ്യും മോതിരം ഇല്ലായിരുന്നല്ലോ എവിടെ വെച്ചതെന്ന് ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലർ കയ്യിലെ വള ഊരി വെക്കുന്നവരുണ്ട്. അങ്ങനെ മാല ചിലപ്പോൾ ഊരി പെട്ടെന്ന് അങ്ങോട്ട് വെക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് സ്വർണ്ണമാണേലും വെള്ളിയാണേലും അത് നമുക്ക് ഭയങ്കര നെഗറ്റീവാണ് നമുക്ക് തരുന്നത്. നമുക്ക് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുത്തുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അക്വേറിയം. ചിലർ ചെറിയ ബൗളിനകത്ത് ഈ അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്ത് ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിനകത്ത് 2-3 ഗോൾഡ് ഫിഷിനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഫ്രിഡ്ജിൻ്റെ പുറത്താണ് വെക്കുന്നത്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ചിലർ ലക്കി ബാമ്പുവിൻ്റെ കമ്പ് വെച്ച് ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെക്കാറുണ്ട്. കാര്യം നമ്മളെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തിരിക്കുമ്പോൾ ഒരു ഭംഗി പോലെ തോന്നും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതും നമുക്കൊരു നെഗറ്റീവാണ് തരുന്നത്. നമ്മുടെ വീടിന് മൊത്തത്തിൽ നമുക്കൊരു പിന്നെ നമുക്ക് നഷ്ടങ്ങളാണ് വരുത്തുന്നത്. മോശം ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ട്രോഫി. നമുക്ക് ഈ ട്രോഫിയൊക്കെ കിട്ടുന്നത് ചിലർ ഫ്രിഡ്ജിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെക്കാറുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അത് ഭയങ്കര കടബാധ്യത, നമ്മളിലേക്ക് ഒരുപാട് കടബാധ്യതകൾ വന്ന് നിറയുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
അതുപോലെ തന്നെ നമ്മൾ മരുന്ന് ചിലപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെക്കാറില്ലേ? ഉണ്ട്, ചിലരൊക്കെ വെക്കാറുണ്ട്. മരുന്ന് അടുക്കളയിലാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർത്തെടുത്ത് കഴിക്കാൻ വേണ്ടി മരുന്ന് ഫ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരുടെ മരുന്ന് നമ്മൾ അടുക്കളയിൽ വെക്കാറുണ്ട്. അടുക്കളയിൽ മരുന്ന് വെക്കുന്നതേ നമുക്ക് നെഗറ്റീവാണ്. നമുക്ക് ഒരിക്കലും അസുഖം ഒഴിയത്തില്ല. അടുക്കളയിൽ മരുന്ന് വെച്ചാൽ മരുന്ന് തീർന്ന ഒരു കുപ്പിയാണെങ്കിൽ പോലും അത് നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊരു നെഗറ്റീവാണ്. നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ എങ്ങനെയൊക്കെ വന്നുകൊണ്ടും ഇരിക്കും. നമ്മുടെ വീട്ടിൽ അസുഖം ഒഴിയത്തുമില്ല. ഒരു മനസ്സമാധാനം എന്നാ നമ്മൾ അറിയത്തില്ല ഈ മരുന്നും കുപ്പി അടുക്കളയിൽ വെച്ചാൽ. അത് തീർന്ന മരുന്ന് കുപ്പിയാണെങ്കിൽ നമ്മളത് അടുക്കളയിൽ വെച്ചാൽ നമുക്കത് നെഗറ്റീവാണ് വരുത്തുന്നത്. അത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൻ്റെ പുറത്ത് നമ്മൾ വെക്കുന്നത് ഭയങ്കര ദോഷമെന്നാണ് പറയുന്നത്. മരുന്ന് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ വെച്ചാൽ ഓർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ആരുടെയും തെറ്റല്ല, നമ്മളത് പെട്ടെന്നൊന്ന് ഓർക്കാൻ വേണ്ടി. കാര്യം വേറെ എവിടെയെങ്കിലും അടുക്കളയിലാകുമ്പോഴെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഏറ്റവും കൂടുതൽ ഏരിയ എന്ന് പറയുന്നത് അടുക്കള തന്നെയാണ്. നമ്മളെ അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ കൂടുതൽ സമയം വീട്ടിൽ ചിലവാക്കുന്നതിന് അടുക്കളയിലാണ്. രാവിലെ എണീക്കുമ്പോൾ മുതൽ നമ്മൾ പാചകവും കാര്യങ്ങളും വൃത്തിയാക്കലും എടുക്കലും എല്ലാമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർ അടുക്കളയിലാണ്. അപ്പം നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവർക്കൊക്കെ മരുന്നെടുത്ത് കൊടുക്കുന്ന മിക്കവാറും വീട്ടിലുള്ള പെണ്ണുങ്ങൾ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ജോലിക്ക് പോകാത്ത പെണ്ണുങ്ങൾ കൂടെ ആകുമ്പോഴത്തേക്ക് അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമായിരിക്കും അതൊക്കെ. അപ്പോൾ നമ്മൾ എന്നെ ചെയ്യും, നമുക്ക് ഈ ജോലി തിരക്കുണ്ടെങ്കിൽ ചിലർക്കൊക്കെ മറവി വരാറുണ്ട്. എനിക്കും വരാറുണ്ട്, ചിലപ്പോഴൊക്കെ മറന്നു പോകും ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ മരുന്ന് എന്നുള്ള കാര്യം നമ്മളത് മറക്കാൻ പാടില്ലല്ലോ, പ്രത്യേകിച്ച് പ്രായമുള്ളവരുടെ കാര്യം കൂടെ ആകുമ്പോഴത്തേക്ക്. അന്നേരം നമ്മൾ എന്നെ ചെയ്യും, ഫ്രിഡ്ജിൻ്റെ പുറത്തോട്ട് വെക്കും. എന്നാലും നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഫ്രിഡ്ജ് തുറക്കാതിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തുറക്കും. പിന്നെ നമ്മൾ 2 ദിവസമൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൻ്റെ പുറത്തോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലും. അവിടെ മരുന്നെടുക്കാനായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സ്ഥലത്തേക്ക് നമ്മൾ ചെന്നിരിക്കും. 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് നമ്മൾ ഈ മരുന്നെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ മരുന്നെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഈ ഫ്രിഡ്ജിൻ്റെ പുറത്ത്. ഫ്രിഡ്ജിൻ്റെ പുറത്തുനിന്ന് തന്നെ അടുക്കളയിലേയും നമ്മൾ മരുന്ന് സൂക്ഷിക്കാതിരിക്കുക. മരുന്ന് നമ്മൾ വേറെ എവിടെയെങ്കിലും വെക്കുക. അടുക്കളയിൽ മരുന്നും കാര്യങ്ങളും ഒന്നും നമ്മൾ സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോ, അടുക്കളയിൽ മരുന്ന് വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ മരുന്നൊന്ന് മാറ്റി വെച്ച് നോക്കുക. അപ്പം നിങ്ങൾക്കറിയാം അതിന് മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പറയാനായിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ കല്ലുപ്പാണേലും പച്ചക്കർപ്പൂരമാണേലും നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ളതായിരുന്നു. മഹാലക്ഷ്മി കടാക്ഷമുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നേലുമൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചെയ്തു നോക്കുക. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും, ഏതെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊരു പോസിറ്റീവായിട്ടൊരു ഗുണം കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കും ഒരുപാട് സന്തോഷം. അതുകൊണ്ടാണ് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ നിങ്ങൾ ഹൈപ്പും കൂടെ ചെയ്യുന്നത് നമുക്കൊരു പോസിറ്റീവായിട്ട് കിട്ടുന്നതാണ്. വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്, ഒരു ഗുണം കിട്ടുന്നതാണ്. ചിലർ ആരണ്ട് ഒരു ദിവസം പറഞ്ഞു ഹൈപ്പ് ചെയ്താൽ $, കിട്ടുമെന്ന്. $അല്ല, നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആ ഒരു നിങ്ങൾ കാണുന്നതിൻ്റെ ആ ഒരു പോയിന്റ് തരുന്നതാണ്. അഗ്രിയും കൂടെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.